ദേശീയപാത 66ന്റെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കേരളത്തിന് കേന്ദ്രം ഉറപ്പു നൽകിയിരിക്കുകയാണ്. പോരായ്മകൾ പരിഹരിച്ച് നിർമ്മാണം ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്നും 2026 പുതുവത്സര സമ്മാനമായി അത് നാടിന് സമർപ്പിക്കുമെന്നുമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയിരിക്കുന്നത്. കൂരിയാട് റോഡ് തകർന്ന സംഭവത്തിൽ തിരുത്തൽ നടപടി ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു. ഇന്ന് നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ നൽകും സജു തോമസ്. ദേശീയപാതയിലെ കൂരിയാട് ഭാഗം തകർന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷം വലിയ വിമർശനമുയർത്തുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിയിലെത്തുകയും അദ്ദേഹം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. NH66 ഡിസംബർ മാസത്തോടുകൂടി പൂർത്തീകരിക്കാനാകുമെന്ന ഉറപ്പാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള ഉറപ്പാണ് നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് NH66 കൂരിയാട് ഭാഗത്തുണ്ടായ തകർച്ച അത് കൃത്യമായി തന്നെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും പഠനങ്ങൾ നടത്തുകയും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും അതിന്റെ റിപ്പോർട്ടൊക്കെയും കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്തതാണ്. കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ പാളിച്ചകൾ എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രാരംഭ ഘട്ട നടപടികൾ ആരംഭിച്ച സമയം മുതൽക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതും സ്ഥിതിഗതികൾ കൃത്യമായി വിശദീകരിച്ച് പഠനം നടത്തിയിട്ട് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളത് സാധ്യമായിരിക്കുക. അത്തരത്തിലുള്ള യാതൊരു പഠനവും നടത്താതെയാണ് ദേശീയപാതയുടെ വികസനം നടന്നതെന്നും അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ആദ്യഘട്ടം മുതലേ നിലനിന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഭാഗം തകർന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. ഈ ഘട്ടത്തിലാണ് എന്തായാലും ഇന്നിപ്പോൾ ചർച്ച നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ സംസ്ഥാനത്തിന് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായിട്ടും നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയിരിക്കുന്നത് ഡിസംബർ മാസത്തോടുകൂടി NH66 പ്രവർത്തനങ്ങളൊക്കെയും പൂർത്തീകരിക്കാനാകുമെന്നും യാതൊരു തരത്തിലുള്ള പാളിച്ചകളും ഇനി ഉണ്ടാകില്ല എന്നുള്ളതുമാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിരിക്കുന്നത് മറ്റ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കൊല്ലം, പാലക്കാട് അടക്കമുള്ള ജില്ലകളിലെ ചില പുതിയ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പദ്ധതികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ കൂരിയാട് ഭാഗം തകർന്നതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുടെ പഠനത്തിലും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതി റിപ്പോർട്ടിലും പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നത് കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് ചേർന്നിരിക്കുന്നതും. എന്തായാലും ദേശീയപാതയുടെ പണികളൊക്കെയും സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഡിസംബർ മാസത്തോടുകൂടി ഇതിൻ്റെയൊക്കെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും 2026 സംസ്ഥാനത്തിന്റെ ഒരു പുതുവത്സര സമ്മാനമായി നൽകാനാകുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്താൻ വേണ്ടിയാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഇനി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് ഇത്തരത്തിൽ വലിയൊരു വീഴ്ച സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി സംസ്ഥാനത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിന്ന സാഹചര്യത്തിൽ എന്തായാലും കേരളം അതിനെയൊക്കെയും അതിജീവിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാനാകുമെന്ന ഉറപ്പാണ് ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ സംസ്ഥാനത്തിന് വീണ്ടും നൽകിയിരിക്കുന്നത്.